ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഓർക്കിഡ് പ്ലാന്റ് ചെയ്യുന്നതിന് ആവശ്യമായ കൂട എങ്ങനെ ചെലവ് ചുരുക്കി നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയും പിന്നെ അത് ആ കൂടകളിൽ എങ്ങനെ ഓർക്കിഡ് തൈകൾ പ്ലാന്റ് ചെയ്യാം എന്നതിനെ പറ്റിയും വിവരിക്കുന്നതിന് വേണ്ടിയാണ്. ഓർക്കിഡ് പ്ലാന്റ് ചെയ്യുന്നതിന് ആവശ്യമായ കൂട നിർമ്മിക്കുന്നതിന് ഉള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇത് അത്യാവശ്യം വേണ്ട സാധനങ്ങളിൽ ഒന്നാണ് മെഷ്. ഈ മെഷ് 1 മീറ്റർ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കടയിൽ നിന്ന് വാങ്ങുന്നതിന് 140 രൂപ മാത്രമാണ് വിലയുള്ളത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു സാധനം. അത് കഴിഞ്ഞ് ഇതിനെ തൂക്കിയിടുന്നതിന് ആവശ്യമായ നൈലോൺ വള്ളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ നൈലോൺ വള്ളിക്ക് കിലോയ്ക്ക് 200 രൂപ വിലയുണ്ട്. ഇത് ഏറ്റവും കൂടിയ 1 മീറ്റർ കൂട ഉണ്ടാക്കുന്നതിന് ആവശ്യമായത് ഒരു 100 ഗ്രാം നൈലോൺ വള്ളി. ഇത് ഒരു 1/2 കിലോ ഉണ്ടാകും. ഒരു 100 ഗ്രാം മതിയാവും. അപ്പോൾ ഈ 1 മീറ്ററിൽ നിന്ന് നമുക്ക് ഏകദേശം 9 കൂടകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ ഇത് കെട്ടുന്നതിന് ആവശ്യമായത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട് വയറിങ്ങിന് ആവശ്യം ഉപയോഗിച്ച സാധനങ്ങളുടെ വയറിന്റെ വേസ്റ്റാണ്. ഈ വേസ്റ്റ് പീസുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. ഇതിൻ്റെ അകത്ത് ചെമ്പ് കമ്പി എടുത്ത് 4 or 5 പീസ് പിരിച്ചെടുത്ത് ഇതിന്റെ ജോയിന്റ് തമ്മിൽ ബന്ധിപ്പിക്കാവുന്നതാണ്. ഇത് 1 മീറ്റർ മെഷ് വാങ്ങിയതിൽ നിന്ന് ഞാൻ 6 എണ്ണം ഉണ്ടാക്കി. ഇനി ബാക്കിയുള്ള ഈ പീസിൽ നിന്ന് 3 എണ്ണം കൂടി ഉണ്ടാക്കാം. അങ്ങനെയാണ് 9 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇത് 3ആയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് 3 എണ്ണത്തിന് കൂടി ഉണ്ടാകും. അങ്ങനെ 9 എണ്ണത്തിന് വരെ 1 മീറ്ററിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇത് ഈ കത്തിരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ കട്ട് ചെയ്യണ കത്തിരാണ്. ഇതുകൊണ്ട് കട്ട് ചെയ്യാവുന്ന എളുപ്പത്തിൽ കട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ ഈ കൃത്യം ജോയിന്റിൽ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്യുക. ഇത് എളുപ്പത്തിൽ കട്ട് ചെയ്യാം നമുക്ക്. എന്താ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തു 3 പീസ് കൃത്യമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വയറ് ഈ വയറിൻ്റെ അകത്തുനിന്ന് നമുക്ക് പീസ് ഈ പ്ലയറിട്ട് പിടിച്ച് എടുക്കാം. ഈ വയറിങ്ങനെ തുമ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് വയർ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇതൊരു 4 പീസ് വീതം പിരിച്ചെടുക്കുക. 4 പീസ് വീതം ഇങ്ങനെ ഒന്ന് പിരിച്ചെടുക്കുക. പിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടി പിരിക്കുക. ഇങ്ങനെയാണ് ഇത് കൂട്ടി യോജിപ്പിക്കാനുള്ള ഇതുണ്ടാകും. ഇടത്തെ കൈ ഈ ഒരു കോർണറിലും വലത്തെ കൈ ഈ ഒരു കോർണറിലും പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ കുമ്പിള് കുത്തുന്ന പോലെ ഇങ്ങനെ ഈ ആംഗിളിൽ അങ്ങോട്ട് വളയ്ക്കുക. ഈ ആംഗിളിൽ വന്നു കഴിയുമ്പോൾ ഏകദേശം ഒരു കൂടയുടെ മോഡലായി കഴിഞ്ഞു. നമ്മൾ ഈ ഷേപ്പിൽ പിടിച്ചിരിക്കുന്ന സാധനം സഹായികളാരും ഇല്ലെങ്കിൽ ഇതിങ്ങനെ മടിയിരിക്കാണ്ടിരിക്കുക ശരിക്കും. എന്നിട്ട് ഇതിങ്ങനെ കാലുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഈ വള്ളി എടുത്തിട്ട് ഒരെണ്ണം ആദ്യം അങ്ങോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വൈൻഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ബാക്കിയെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ സഹായിക്കാൻ ആളില്ലെങ്കിൽ അവർ പിടിച്ചു തരുമല്ലോ. എൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ആ വയറിൻ്റെ കഷ്ണം എടുത്തിട്ട് 2 പിരി അവിടുത്തെ ഇത് കഴിഞ്ഞു. ഇനി ഏറ്റവും താഴെയാണ് ഇനി കെട്ടുന്നത്. കൂടെ 3 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നൈലോൺ വള്ളി ഉപയോഗിച്ച് എങ്ങനെ തൂക്കിയിടാന്നുള്ള ഈ വള്ളിയാണ്. ഈ വള്ളി എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഈ നൈലോൺ വയറ് ഈ കൂടയുടെ ഏകദേശം നീളത്തിൽ മുറിച്ചെടുത്തേക്കാണ്. 2 പീസായിട്ട്. 2 പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പീസ് മുറിക്കാതെയും 2 പീസ് ഒന്നിച്ചാണിത്. ഇത് 1 പീസും. ഇതെങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത നൈലോൺ വയർ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വളച്ച് വെച്ചാൽ അങ്ങനെ ഇരിക്കില്ല. അത് വിട്ട് കഴിയുമ്പോൾ തെറിച്ച് പോകണുണ്ടോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി ആ പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചൂടാക്കും.
കൈയൊക്കെ പൊള്ളിക്കാണ്ട് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞു തന്നാന്ന് തന്നെ എൻ്റെ പ്രത്യേകത. അതിങ്ങനെ നല്ല ഭംഗിയായിട്ട് വളയ്ക്കുക അല്ല. ഇതങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പോൾ ഇതൊരു ഹുക്കായിട്ടിരിക്കും. ഇനി കൊളുത്തിയിടാനായിട്ട് പറ്റും. അതുപോലെ ഈ വശവും നമ്മുടെ നൈലോൺ വയറ് ഇതുപോലെ വളച്ച് ഒരു എസ്സും കൂടിയും ഉണ്ടാക്കി ഇങ്ങനെ തൂക്കി തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹൈറ്റ് കുറവ് വേണ്ട സ്ഥലത്ത് ഇത് താത്തിയിടുക. ഈ ഹുക്ക് നമുക്ക് താത്തിയിടുക. ഇത് വേറെ കുളത്തൊന്നും ഇല്ല. ഇത് അതൊക്കെ നൈലോൺ ഇതൊന്ന് ചൂടാക്കി കണ്ടാണല്ലോ നിങ്ങൾ. അങ്ങനെ വളച്ച് വെച്ചേക്കണതാണ്. ഇത് എത്ര ലോഡ് വന്നാലും താഴേക്കൊന്നും പോവില്ല. കറക്റ്റായിട്ട് നിന്നോളും. ഇനി ഇത് സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യണം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കൂട ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇതുപോലത്തെയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഇങ്ങനത്തെ കൂടയിൽ കുറച്ച് പ്ലാന്റ് ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ഇതാണ് നമ്മൾ പ്ലാന്റ് ചെയ്തത്. ഈ കൂടയ്ക്കകത്ത് ഇത് ഓർക്കിഡ്, ചകിരി, കരി, വെള്ളാരങ്കല്ലിൻ്റെ പീസ്. ഇത് ഏറ്റവും അടിയിൽ കിടക്കുന്നത് വെള്ളാരങ്കല്ലിൻ്റെ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വെള്ളാരങ്കല്ലിൻ്റെ പീസ് ഇട്ടിട്ടുണ്ട്. ചകിരി, ഈ മണ്ണിൻ്റെ അംശം കൂടുതൽ ഒട്ടും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചകിരി നമ്മൾ കഴുകി കൃത്യമാക്കണം. വെള്ളത്തിലിട്ട് ചീഞ്ഞ ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മുറിച്ചെടുത്ത് ആണ് ചകിരി ഇട്ടേക്കണത്. പിന്നെ കരിയാണ് ആവശ്യമുള്ളത്. വേറെ നമുക്ക് ഇതിന് വേറെ ഒന്നും ചെയ്യണ്ട. ഇതിന് നമുക്ക് പ്ലാന്റ് കിട്ടാനാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. കാശ് വില കൂടുതലുള്ള സാധനമാണല്ലോ. കൂട നിർമ്മാണം വളരെ ഈസി ആയിട്ടും വളരെ ചെലവ് ചുരുക്കിയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു ഇതായിട്ട് വരുന്നവരെ നിങ്ങൾക്ക്